നമ്മൾ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. പാർട്ട് ഓഫ് ദി പ്രോസസ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഓഫൺ ഇൻവോൾവിംഗ് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഓർ investigation of the subject matter. Before you define the object or outline the content, experience tell you when you need to get a information. Sometimes it is a beginning of the creative thinking process. Something it is in the middle. Research could be necessary to define the target audience. Consider the public service announcement on smoking. Experience tell you when you need to get the information. ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺസെപ്റ്റ് കിട്ടുന്നു എന്ന് വിചാരിക്കാം. കുറേ നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നൊരു ആശയമായിരിക്കാം, ഇത് സിനിമയാക്കണം അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ആക്കണോ, അങ്ങനെ ഒരു പ്രോജക്റ്റ് ആക്കണമെന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പഴശ്ശിരാജയെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ആശയം പബ്ലിക് സർവീസ് അനൗൺസ്മെൻ്റ് ആയിട്ട് PSA എന്ന് പറയും, പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ്. അതിൻ്റെ ഒരു റിസർച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോ സ്മോക്കിങ്ങിനെ കുറിച്ചാണ് ഇവർ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ബുക്കിൽ നിന്ന് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പകർത്തിയെടുത്താണ്. സംടൈം ഇറ്റ് ഈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്സ്. അത് തുടക്കം മുതലേ നമ്മൾ ചിലപ്പോൾ അതിന് റിസർച്ചിന് അങ്ങനെ വരും. സംടൈം ഈസ് ഇമ്മീഡിയറ്റ്, കുറച്ചായിക്കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. റിസർച്ച് കുഡ് ബി നെസസറി, അത് മസ്റ്റാണ്. ഡിഫൈൻ ദി ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ മുമ്പിലുള്ള പ്രധാനമായും നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ഓഡിയൻസിൻ്റെ റിസർച്ചാണ്. ഇപ്പം നമ്മൾ പറയും MDൻ്റെ സിനിമ ഒരു ക്ലാസ് പടമാണ്, അല്ലെങ്കിൽ സ്കൂൾ സ്വർണ്ണക്കടയുടെ ഒരു പരസ്യമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുട്ടികളുടെ പോപ്പിക്കുടയുടെ പരസ്യമായിരിക്കും. നമ്മുടെ പോപ്പിക്കുടയുടെ പരസ്യത്തിൽ നമ്മുടെ ഉദാഹരണം നമുക്ക് അതെടുത്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡോ അല്ല 1 മിനിറ്റിന് താഴെയുള്ള ഒരു പരസ്യം. അവരുടെ ടാർഗറ്റ് കുട്ടികളാണ്. കുട്ടികൾ പറയണ അച്ഛ ഈ കുട മേടിച്ച് തരണം, അച്ഛാ ഈ പോപ്പിക്കുട മതി, എനിക്ക് പോപ്പിക്കുട മതി, കടയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോപ്പിക്കുട എന്ന് പറയും. കാരണം അതിനകത്ത് അങ്ങനെയുള്ള കണ്ടൻറ്റ് അട്രാക്റ്റീവായിട്ട് ചേർത്തിട്ടാണ് അവർ പരസ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്മോക്കേഴ്സാണ് നമ്മുടെ മുമ്പിൽ. സ്മോക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കറ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു സിഗരറ്റ് ഇങ്ങനെ കത്തുന്നതനുസരിച്ച് നമ്മുടെ ശ്വാസകോശം എരിഞ്ഞു തീരുന്നതിനൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് പലരും ഐഡിയലായിട്ട്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് റിസർച്ച്, ഞാനൊരു ചവനപ്രാവശ്യത്തിൻ്റെ പരസ്യം പണ്ട് ഞാൻ SD ഫാർമസി എഴുതിയതിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ ഗുരുവിന് ചവനപ്രാവശ്യത്തിൻ്റെ ഒരു പരസ്യം ചെയ്തു. എൻ്റെ ഒരു മാസ്റ്റർ, ഞാനും കൂടെ അതിനകത്ത് വർക്ക് ചെയ്താണ് ചെയ്തു. അപ്പോൾ അന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ആയുർവേദ പ്രോഡക്റ്റ് ആകുമ്പോൾ അതിനെ ഒരു വൈദ്യരെന്ന് തോന്നുന്ന ഒരാൾ ചവനപ്രാവശ്യം ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ ഒരു കാട്ടിൽ പോയിട്ട് മരുന്നുകളൊക്കെ കളക്ട് ചെയ്യുന്നൊരു ആദിവാസി, അത് ഞങ്ങൾ അവിടെ നാട്ടിൽ തന്നെ ഒരു കാവിനുള്ളിലൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്തു. ആ പശ്ചാത്തലത്തെക്കുറിച്ച് ഞങ്ങൾ ഒത്തിരി പോയി, കാട്ടിലൊന്നും പോകാതെ തന്നെ നാട്ടിൽ തന്നെ അത് സെറ്റപ്പ് ചെയ്തു. ഈ പിന്നെ പിശക്വരനെയൊക്കെ നാട്ടിൽ തന്നെ കണ്ടെടുത്ത് ആ ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടെത്തി. പിന്നെ അതിനകത്തിരുന്ന മരുന്നുകളൊക്കെ ക്ലോസപ്പുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും പബ്ലിക്കിനാണ് അല്ലെങ്കിൽ സമൂഹത്തിനാണ് എന്നുള്ള രീതിയിൽ അതിൽ നമ്മുടെ ഓഡിയൻസ്, ചവനപ്രാവശ്യം ഇപ്പോൾ ആയുർവേദം ഇഷ്ടപ്പെടുന്നവരാണ് ചവനപ്രാവശ്യം. ഇപ്പം ഡാമ്പറൊക്കെ ചെയ്യുന്ന ഒരു യങ് മാൻ ഓടുന്നു, കുട്ടികളൊക്കെ ഒപ്പം തന്നെ അയാൾ അടിച്ചുപൊളിയായിട്ട് പോകും, എന്നിട്ട് അയാൾ ചവനപ്രാവശ്യം കഴിക്കുന്നതിനൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ പരസ്യം ചെയ്താൽ കിട്ടിയപ്പോലും നിങ്ങൾ എന്തിനും അത് റിസർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ നിങ്ങൾക്കൊരു ഉഗ്രം ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റുമായിട്ട് എഴുതി ചേർന്നിട്ടാണ് റിസർച്ച് ചെയ്തത്. ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെങ്കിലും പോയിട്ട് ആ റിസർച്ചിന് ആവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. ഓൺ സം, although they have a general idea,
എബൌട്ട് ദി എഫക്റ്റ് ഓഫ് സ്മോക്കിംഗ് ഹെൽത്ത് PSN പബ്ലിക് സർവീസ് അനൗൺസ്മെൻ്റ് ആയിട്ട് ഈ US കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നൊരു സബ്ജക്റ്റാണ് സ്മോക്കിങ്ങിനെതിരായിട്ട് ഒരു പരസ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് PSA. അതിനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ കൊടുക്കുമ്പോഴും അവർക്ക് ഓൾ ദ ഹിയർ ജനറൽ ഐഡിയ എബൌട്ട് ദി എഫക്റ്റ് ഓഫ് സ്മോക്കിംഗ് ഓൺ ദി ഹെൽത്ത്. അപ്പോൾ അവർ നെറ്റിലൊക്കെ കയറി നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരും. എത്രയാണ് ലോകത്ത് ആൾക്കാർ പുകവലി മുഴുവൻ മരിക്കുന്നത്, എത്ര പേര് ക്യാൻസർ ഉണ്ടാകും, അതുകൊണ്ടാകുന്ന രോഗങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ അതിനകത്തേക്ക് എങ്ങനെയാണ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആളുകളുടെ അറിവിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ ഷോട്ടുകൾ കൈയാറാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുൻകൂട്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് ആവശ്യമാണ്. യു ഡു നോട്ട് ഹാവ് ഫാക്ട് ആൻഡ് ഫിഗർ. നമുക്കറിയണമെന്നില്ല എത്ര പേരാണ് മരിക്കുന്നത്, എത്ര. റിസർച്ച് ഇനേബിൾ ടു സേ ദി കൺവിക്ഷൻ ഹൗ മെനി ഇന്ത്യൻസ് ഓർ അമേരിക്കൻസ് ആനുവലി ഫ്രം സ്മോക്കിംഗ് റിലേറ്റഡ് ഡിസീസസ്. ഓരോ വർഷവും ഒരാളിങ്ങനെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്, പുകയുടെ അകത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ പറയും ഓരോ വർഷവും ഇന്ത്യയിൽ 5 ലക്ഷം പേരോളം പുകവലി കൊണ്ടുള്ള രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നു. 5,36,242 എന്നുള്ളൊരു എമൗണ്ട് ഉണ്ടെന്ന് വെച്ചു, നമ്മൾ എമൗണ്ടല്ല, ഒരു നമ്പർ ഉണ്ടെന്ന് വെച്ചു. ആ നമ്പർ അങ്ങനെ തന്നെ നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കയറുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അന്വേഷിച്ചാണ്. ഇപ്പോഴാണ് നെറ്റിൽ നിന്നെല്ലാം കിട്ടുന്നത്. മുമ്പ് ഇതൊക്കെ എഴുതുമ്പോൾ ആൾക്കാരുടെ പോയി ഓഫീസുകളിലൊക്കെ പോയി തിരക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് യു ആർ ഡിവൈസിങ് എ PSA അബൌട്ട് ദി better woman, you need it statistics, fact and possible psychological background before you can think about that the irrelevant, let alone make an assure about the topic. സ്ത്രീകൾ പുകവലിച്ചാൽ എന്താണ് പ്രശ്നം, ഗർഭപാത്രത്തിൽ കുട്ടികൾക്ക് എങ്ങനെ ബാധിക്കുന്നു, ഇതെല്ലാം നമ്മൾ അവരുടെ മാനസികവും ശാരീരികവുമായ പുകവലിക്കുന്നവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. Before you can say it, you need to know it. So research in gathering information that enable you to be a authority and specified about the subject. അപ്പോൾ നമ്മളിതൊരു ഉദാഹരണമാണ്. പുകവലിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ, അത് കൊണ്ടുണ്ടാകുന്ന ലോകത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരെത്ര പേര് ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, എങ്ങനെയെല്ലാം രോഗങ്ങൾ ബാധിക്കുന്നു, എങ്ങനെയെല്ലാം മരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ അത് റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ്. ഇവൻ ആൻ എൻ്റർടൈൻമെൻറ്റ് കൺസെപ്റ്റ് റിക്വയറിങ് റിസർച്ച്. ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ആണെന്ന് വെച്ചോളൂ. ആൻ ഇമേജറി സ്റ്റോറി ഓഫ് സെറ്റ് ഇൻ എ ടൈം പീരിയഡ് ഓർ ഹാസ് ദി ബാക്ക്ഗ്രൗണ്ട് ടു മേക്ക് എ സ്റ്റോറി മോർ ബിലീവബിൾ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതിന് പഴശ്ശിരാജയെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ് ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ടു മേക്ക് എ സ്റ്റോറി മോർ ഡെവലപ്പിംഗ് യു നീഡ് ഒതൻറ്റിക് ഡീറ്റെയിൽസ് എംബഡഡ് ഇൻ ദിസ് സീൻ. ഓതൻറ്റിക് ആയിട്ടുള്ള സീനിന് പറ്റിയ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും അതിനുള്ള എക്സ്പീരിയൻസും അവരുടെ വസ്ത്രധാരണങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇഫ് യു സ്റ്റോറി കൺസെപ്റ്റ് എയർലൈൻ pilot, you need to know how they talk and what their word is. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു SI ആണെങ്കിൽ എങ്ങനെ, ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു പൈലറ്റ് എങ്ങനെയാണ് എയർ വിമാനത്തിൽ പെരുമാറുന്നത് നമുക്കറിയണമെന്നില്ല. നമ്മളവിടെ പോയി അത് കണ്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. അതിലെ പൈലറ്റ് എങ്ങനെയാണ്, അയാളുടെ ഒരു സ്റ്റൈൽ ഓഫ് നേച്ചർ എങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പൈലറ്റിൻ്റെ ജീവിതം സിനിമ ആക്കണമെന്ന് വെച്ചോ. മമ്മൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ ചെയ്യുമ്പോഴും വിമാനം പോലും കാണാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ അതിനകത്ത് അഭിനയിക്കും. അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ല സ്ക്രിപ്റ്റിൽ അത് എഴുതി വെച്ചാൽ മാത്രമേ ഡയറക്ടർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അത് അവർക്ക് പോകുള്ളൂ. അതിനൊക്കെയാണ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ടു റൈറ്റ് ആൻ എപ്പിസോഡ് ഓഫ് ആൻ അതർ ഹോസ്പിറ്റൽ ഡ്രാമ. നിങ്ങളൊരു എപ്പിസോഡ് പരമ്പര എഴുതുന്നു വെച്ചു, ഹോസ്പിറ്റൽ ഡ്രാമ, ഒരു ഡോക്ടറും അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. യു ഹാവ് ടു ഡിസ്ക്രൈബ് ദി മെഡിക്കൽ പ്രൊസീഡിയേഴ്സ് ആൻഡ് യൂസ് ദി meaningful dialogues between the character who the doctor. If you want to appreciate the research that might precede, write a screenplay, read about William
Goldman's research before writing his original screenplay. ബാച്ച് നമ്മൾ സിനിമയിൽ ഉദാഹരണം നമ്മൾ MDയുടെ ഒരു സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു, പഴശ്ശിരാജാവ് പോലുള്ള സിനിമ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ വരുന്ന സിനിമ, അല്ലെങ്കിൽ ഒരു SI വരുന്ന ഒരു CBI ഡയറക്ടർക്കൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടി ഒരു ടൈം ഓഫ് നേച്ചർ. ഇന്ന് ഒത്തിരി രീതികളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കഥകൾക്കായി റിസർച്ച് നമുക്ക് നെറ്റുള്ളതുകൊണ്ട് വെബ്സൈറ്റിൽ നിന്ന് കണ്ടെടുക്കാം. പക്ഷേ റിസർച്ച് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. റിസർച്ച് ക്യാൻ ബി ടേക്കിംഗ് ഇൻ എനി ഓഫ് സെവറൽ വെൽ പ്രൊവൈഡ് വേസ്. യു ക്യാൻ കൺസോൾട്ട് എൻസൈക്ലോപീഡിയ, വിസിറ്റ് എ ലൈബ്രറി. നമ്മൾ എവിടെ നിന്നൊക്കെ ഏത് കണക്കിന് എൻസൈക്ലോപീഡിയ പോയി ചില മീനിങ്ങുകൾ കാണിക്കുന്നു. റിസർച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാം, ലൈബ്രറി പോയി കണ്ടുപിടിക്കാം. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങൾ എങ്ങനെ റിസർച്ച് ചെയ്യും. അപ്പം നിങ്ങൾ എൻസൈക്ലോപീഡിയ, വിസിറ്റ് ലൈബ്രറി, റിസർച്ച് ആൻഡ് ഇൻ്റർനെറ്റ്. യു ഹാവ് പ്രോബബ്ലി യൂസ്ഡ് ദി ലൈബ്രറി കാറ്റഗറി ഫോർ എ റിസർച്ച് പേപ്പർ. റിസർച്ച് ഫോർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഈസ് നോട്ട് മച്ച് ഡിഫറെൻറ്റ്. Everyone find a particular style of method that work for or her. Index card are very effective because they enable you to shuffle and reorder the material, and they help you to find the right sequence of idea. Some script writing software such as Movie Magic Script Writing was the electronic index canvas system they all used in the computer. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സോഫ്റ്റ്വെയർ വരെ ഇന്നുണ്ട്. എൻ്റെ ഉദാഹരണമായിട്ട് പറയാം, മൂവി മാജിക്സ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇട്ടാൽ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്തെടുക്കും. ഇംഗ്ലീഷിലൊക്കെ ചെയ്യാൻ, മലയാളം ടൈപ്പ് ചെയ്യാൻ സ്പീഡുള്ളവർക്ക് അതിനകത്ത് ചെയ്യാം. പക്ഷേ നിങ്ങൾ എങ്ങനെയായാലും റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് നോക്കുന്നു, അത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ ഡയലോഗ്സ് അവരെങ്ങനെയായിരിക്കും എന്നൊക്കെ കുറിച്ച് കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്നു. ഇത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ലൈബ്രറിയുടെ ഡിപ്പെൻഡ്, എൻസൈക്ലോപീഡിയ, സെർച്ച്, മറ്റു കുറേ കാര്യങ്ങളുണ്ട് പലരോട് ചോദിച്ച് മനസ്സിലാക്കാൻ. ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ഡോക്യുമെൻ്ററി പ്രൊജക്റ്റ്, ഞാൻ എങ്ങനെയാണ് PSA അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സിനിമ എങ്ങനെയാണ് റിസർച്ച്, അതിൽ നിങ്ങൾ ഒരു ഡോക്യുമെൻ്ററി ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ടോപ്പിക് ഇൻ നെസസറി ടു കൺസ്ട്രക്ട് എ മീനിങ് നറേറ്റീവ് ആൻഡ് റൈറ്റ് എ വോയിസ് ഓവർ കമൻ്ററി. നറേഷൻ ആൻഡ് വോയിസ് ഓവർ കമൻ്ററികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് റിസർച്ച് ചെയ്യ പോലും. റിസർച്ചിങ് എ പ്രൊജക്റ്റ് ഫോർ വിഷ്വൽ മീഡിയ ഇൻ ഡിഫറെൻറ്റ് ഫ്രം പേപ്പർ റിസർച്ച് ബിക്കോസ് യു നോട്ട് ഓൺലി നീഡ് ടു ഫാക്ടൽ ബാക്ക്ഗ്രൗണ്ട്സ്, you also need images, old photos, engraving, artifacts and locations. നിങ്ങൾ വിഷ്വൽ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നതുള്ളതുകൊണ്ട് റിസർച്ച് നീണ്ടുപോകുന്നത് എങ്ങനെ? മറ്റുള്ളൊരു പേപ്പർ വർക്കൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. നിങ്ങൾ ഫോട്ടോസ് എടുക്കണം, ചിലപ്പോൾ ഓൾഡ് ഫോട്ടോസ്, ചില ഓൾഡ് വീഡിയോസ്, പിന്നെ എൻഗ്രേവിങ്സ്, കൊത്തുപണികൾ ചെയ്ത കാര്യങ്ങൾ, ആർട്ടിഫാക്റ്റ്, അതിൻ്റെ ആർട്ടിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും, പിന്നെ ലൊക്കേഷൻ എങ്ങനെയുള്ളതാണ്, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് വിഷ്വലി ഒരു സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യണം പ്രോജക്റ്റ്. എവരി സീൻസ് സ്ക്രിപ്റ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റേറ്റീവ് ബൈ ആൻ ഇമേജ് സപ്പോർട്ട് യുവർ സ്ക്രിപ്റ്റ് ഹിസ്റ്റോറിക്കൽ. എ ഗുഡ് എക്സാമ്പിൾ ഓർ വേൾ ബി എ സിവിൽ വാർ ഡോക്യുമെൻ്ററി. Begin bonds. You can not interview civil war but you can interview historical who are knowledge about the civil war. You can film location of some civil war battlefields, location, research and create in the kind of project. You can shoot existing images such as photos, engraving and painting. All of the images have to found a number of pictures. Libraries sell the muse of picture for their collections, including the Library of Congress, which is a huge collection of photos that are in the public domain. Film the right picture in the specified talk. There are people called picture research who are living the particular kind of research. പർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിസർച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നിങ്ങൾ TV കയറി നോക്കിയാൽ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് ഒരു മണിക്കൂറോടത്തുള്ള ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഒന്ന് കാണും.
അതിൽ റിസർച്ച് ചെയ്ത കുറുപ്പ് സാറൊക്കെ ആയിട്ട് പിന്നെ ഞാനൊരു ഡോക്യുമെൻ്ററി പണ്ട് ചെയ്ത് തന്നിരുന്നു. കേരള ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, പത്തേമാരികളെ കുറിച്ചിട്ട്. അതിനെ കുറുപ്പ് സാറാണ് അതിൻ്റെ ഈ പണ്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന KKN കുറുപ്പ് എന്ന് പറയുന്ന സാറിനോടൊപ്പമാണ് ഞാനത് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്തത്, പത്തേമാരികളെ കുറിച്ചിട്ട്. അത് കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്ത. അപ്പോൾ പത്തേമാരികൾ നിർമ്മിക്കുന്ന അവരുടെ രീതികൾ അതെങ്ങനെ ഇവിടെ ഉണ്ടായി എന്നൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പത്തേമാരി ഉണ്ടാക്കിയ ആൾ, ഇവരെയൊക്കെ ഞങ്ങൾ പോയി സ്റ്റഡി ചെയ്യും. പുള്ളിയാണ് അതിൻ്റെ ഒരു നറേഷൻ കാര്യങ്ങളൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തത്. പുള്ളിക്ക് വേണ്ടിയാണ് അത് ചെയ്തു കൊടുത്തത്, ഞാനാണ് ചെയ്തത്. ഞാനും എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്തു കൊടുത്താൽ. അപ്പോൾ ഈ അന്ന് ഞങ്ങൾ മനസ്സിലായ എക്സ്പീരിയൻസ് ഇതുപോലെ റിസർച്ച് കാര്യങ്ങൾ കുറുപ്പ് സാറും ടീമും കൂടെ ചെയ്തതാണ് ഞാൻ പറഞ്ഞ ഈ പിന്നെ പഴശ്ശിരാജയെ കുറിച്ചിട്ടുള്ള ഒരു, പഴശ്ശിരാജയല്ല, നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് നെറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒത്തിരി പെയിൻറ്റിങ്സുകൾ, പഴയ ഫോട്ടോ അല്ല, പഴയ രാജാക്കന്മാരെ കുറിച്ചുള്ള പെയിൻറ്റിങ്സുകൾ, ചിത്രങ്ങൾ, കപ്പലിൻ്റെ ഇതൊക്കെ വലിയ സിനിമയിൽ നിന്നൊക്കെ കട്ടെടുത്ത ഷോട്ടുകൾ, ഇങ്ങനെയൊക്കെ ഒത്തിരി ഷോട്ടുകളും സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചുള്ള റിസർച്ചൊക്കെ ഒത്തിരി ഹിസ്റ്റോറിയൻസ് അതിനകത്ത് ഡയറക്റ്റ് സംസാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് പോകുന്ന രീതികളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും അതെങ്ങനെയാണ് ഔട്ട്പുട്ട് തരുന്നതെന്നതിനെ കുറിച്ചിട്ടും ഒത്തിരി പെയിൻറ്റിങ്ങൾ ഉപയോഗിക്കും, എൻഗ്രേവിങ്സ് ഉപയോഗിക്കും, ബാക്ക്ഗ്രൗണ്ട്സുകൾ, അവിടെ ലൊക്കേഷൻ, ടിപ്പുവിൻ്റെ സ്മാരകം നിൽക്കുന്ന സ്ഥലങ്ങളും, ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കോട്ടകളും, നമ്മുടെ കോഴിക്കോടുള്ള ഫാറൂഖിനെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ സാമൂതിരിയുടെ വംശവുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് എന്തോരം കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോഴേ ഡോക്യുമെൻ്ററിക്കാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത്. അതിന് സത്യസന്ധമായ അന്വേഷണങ്ങളും സത്യസന്ധമായ റിസർച്ചുകളും ആവശ്യമാണ്. ഇപ്പോൾ റിസർച്ച് എന്താണെന്നുള്ള ഈ രീതി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.